ശ്രീ ഗോപിനാഥ് മുതുകാട് അങ്ങ് ഖത്തറിലാണ് എന്നുള്ളതാണ് നമ്മളോടൊപ്പം സംസാരിക്കുകയും ചെയ്തിരുന്നു. അവിടെ നിലവിൽ അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ്? അങ്ങ് ഉള്ളയിടത്ത് തന്നെ ധാരാളം മലയാളികളൊക്കെ നിൽക്കുന്നുണ്ടോ? അവിടെ നമ്മുടെ അധികൃതരുമായി കോൺടാക്ട് ചെയ്യാനും ആശയവിനിമയം നടത്താനും കഴിയുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഇന്നലെ രാത്രി ഒരു 2-3 മണിക്കൂർ ഒരു വല്ലാത്തൊരു അനിശ്ചിതാവസ്ഥയിലായിരുന്നു. എയർപോർട്ടിനകത്ത് കംപ്ലീറ്റ് നിശ്ചലമായിരുന്നു മൊത്തത്തെ കാര്യങ്ങൾ. അതിനുശേഷം 3 മണിക്കൂർ കഴിഞ്ഞുകൊണ്ട് എല്ലാം ശാന്തമായി എന്ന് തോന്നി. അതിനുശേഷം ഓഫീസേഴ്സ് ഞാൻ അനുവാദത്തോട് കൂടിയിട്ട് എനിക്ക് ഇമിഗ്രേഷൻ ഓഫീസിൽ പോയി വിസയുടെ ആവശ്യം ചോദിച്ചു. അവർ വളരെ ശാന്തമായി തന്നെ വിസ തന്നു. അതിനുശേഷം എൻ്റെ ഒരു സുഹൃത്ത് ഷംസീർ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലത്തെ ഫ്ലൈറ്റ് ക്യാൻസലായി, ഒരുപാട് ഫ്ലൈറ്റ്സ് ക്യാൻസലായി. ഇന്നിപ്പോൾ ആ ഫ്ലൈറ്റ് വീണ്ടും ഫ്ലൈ ചെയ്യും എന്നറിയിച്ചിട്ടുണ്ട്. ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫ്ലൈറ്റുകളെല്ലാം കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. കാരണം അത് രാത്രി 7:20 മറ്റുമാണ് സമയം. ആ സമയത്ത് തന്നെ ഫ്ലൈ ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി വന്ന് നാളെ അവിടെ എത്താൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഇന്നലെ ഒരു 2-3 മണിക്കൂർ നേരത്തെ ഒരു അനിശ്ചിതാവസ്ഥ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്നെല്ലാം നോർമലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി സമയത്താണ് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ അങ്ങ് പറഞ്ഞു ഇതിലൊരു നമുക്കൊരു പെട്ടെന്നൊരു കൗതുകവും പേടിയും എല്ലാം പല വികാരങ്ങൾ വരുന്നതാണ്. കാരണം നമുക്ക് പരിചിതമല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ്. എങ്ങനെയാണ് അതിനുശേഷം അവിടുത്തെ സ്ഥിരതാമസക്കാരായ മലയാളികളൊക്കെ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് അങ്ങോട്ട് സംസാരിച്ചു? അങ്ങിപ്പോൾ ഒരു സന്ദർശന നിലയ്ക്ക് ചെല്ലുകയാണ്, പക്ഷെ അവിടെ താമസക്കാർക്കുണ്ടാകുന്ന ഒരു എന്നെ അവിടെ കൊണ്ടുവിട്ട് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഇവർ തിരിച്ചു പോരുമ്പോഴാണ്, ഷംസീറും ഫാമിലിയും തിരിച്ചു പോരുമ്പോഴാണ് സംഭവം ഉണ്ടാവുന്നത്. ഇതൊരു വല്ല അവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞു. കാരണം നമ്മളിപ്പോൾ ഈ പത്രങ്ങളിലും ടെലിവിഷനിലും മാത്രം കാണുന്ന യുദ്ധം എന്ന് പറയുന്നത് കണ്ണിന്റെ മുമ്പിൽ വെച്ച് കാണുന്ന ഒരു അവസ്ഥ, ആകാശത്ത് ഇത് കൂട്ടിയിടിക്കുന്നത് അവർക്ക് കണ്ട സമയത്തുണ്ടായ ഒരു പരിഭ്രാന്തിയും ആളുകളെല്ലാം. അപ്പോൾ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഗോപിയേട്ടാ എവിടെയും യുദ്ധം തുടങ്ങിയെന്ന് തോന്നുന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, അതിന്റെ വിഷ്വൽസ് അയക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വല്ലാത്തൊരു പരിഭ്രാന്തി ശരിക്കും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവുന്നത് സ്വാഭാവികമാണ്. കാരണം ഇതാണല്ലോ, ഭയപ്പെട്ട് നിൽക്കുന്ന അന്തരീക്ഷമാണല്ലോ, അതുകൊണ്ട്. പക്ഷെ അതെല്ലാം ഒരു 2-3 മണിക്കൂർ കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഖത്തർ അതെല്ലാം തകർത്ത് ഈ അമേരിക്കൻ ബേസിനെതിരെ അവർ തൊടുത്തുവിട്ട മിസൈലുകളെല്ലാം തകർത്ത് കഴിഞ്ഞതിന് ശേഷം അത് ആ ഒരു നിമിഷത്തോട് കൂടിയിട്ട്, കുറച്ച് സമയത്തോട് കൂടിയിട്ട് എല്ലാം ശാന്തമായി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം എയർപോർട്ടും പതുക്കെ നോർമലായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ വന്നു, വളരെ സുഖകരമായിട്ട് ഇവിടുത്തെ വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഇന്ന് രാത്രി എനിക്ക് തിരിച്ചു പോരാൻ സാധിക്കും.